മന്ന എഡ്യൂക്കേഷൻ്റെ 10th ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വീണ്ടും സ്വാഗതം. നിങ്ങൾ SSLC നിങ്ങളുടെ 10th പാറ്റേൺ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ. ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യനുകളായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക എന്നാണ് ഇപ്പോഴത്തെ CBSE പുതിയ ബോർഡിൻ്റെ തീരുമാനം. അപ്പം നമ്മൾക്ക് ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം പഠിച്ചേ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ ആൻസറുകൾ പഠിക്കുകയും ബുക്ക് നന്നായിട്ട് വായിക്കുകയും ചെയ്താൽ മാത്രമേ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പണ്ടേ പോലെ അത്ര എളുപ്പമായിരിക്കത്തില്ല. ആക്യുറസി കൂട്ടിയ ക്വസ്റ്റ്യൻസുകളായിരിക്കും ചോദിക്കുക. അപ്പോൾ ആൻസറുകളെല്ലാം ഒരുപോലെ തന്നാലും കൃത്യമായിട്ടുള്ള ആൻസറിന് മാത്രമേ 100% ആക്യുറസിയുള്ള ആൻസറിന് മാത്രമേ നിങ്ങൾക്ക് പോയിൻ്റ് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല വഴി ക്വസ്റ്റ്യൻ ആൻസറുകൾ റീഡ് ചെയ്ത് നന്നായിട്ട് വയ്ക്കുക. പുസ്തകം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക എന്നുള്ളതാണ്. എല്ലാം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് അവർ ചോദിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ മീനിങ്ങുകൾ അറിഞ്ഞിരുന്നാൽ നന്നായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ ഒരു പാറ്റേണിലുള്ള സ്റ്റഡിയും ക്വസ്റ്റ്യൻ ആൻസർ എക്സ്പ്ലനേഷനും ചെയ്ത് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല പാറ്റേൺ വീണ്ടും മാറുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ക്ലാസ്സുകളും ചേഞ്ച് ചെയ്യാം. ഇപ്പം കിട്ടിയ അറിവനുസരിച്ച് CBSE ബോർഡിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസുകൾ ആണ് കൂടുതൽ ആപ്ലിക്കബിൾ ആണെന്നാണ് ഇപ്പോൾ അറിവ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് മുന്നിലേക്ക് പോകാം. फर्स्ट क्वेश्चन इज हियर, मीठी वाणी बोलने से औरों को सुख और अपने तन को शीतलता कैसे प्राप्त होती है എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ടോക്കിങ്ങിലൂടെ എങ്ങനെയാണ് വേറൊരാളിൽ ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റുക, എങ്ങനെയാണ് അയാൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാകുക, നമ്മുടെ ശരീരത്തിന് തണുപ്പും ശീതളതയും മൈൻഡ് കാംനെസ്സും എങ്ങനെയാണ് ഉണ്ടാകുക, വേറൊരാൾക്ക് ഇത് എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് തോന്നുക എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറാണ് मीठी वाणी बोलने से औरों को सुख इस प्रकार प्राप्त होता है कि लोग आदर के सम्मान भरे वचनों के सुनकर സുഖി ഹോത്തെ ഹെ എന്ന് വെച്ചാൽ നല്ല വാക്കുകൾ സംസാരിക്കുമ്പോൾ, നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ, ആദരവുള്ള സന്തോഷമുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ, അങ്ങനെയുള്ള വചനത്തിലൂടെ സുഖമായ മനസ്സിനെ നമ്മൾക്ക് ഉണ്ടാകും. इसी प्रकार मीठी वाणी बोलने वाला व्यक्ति बातचीत करने हुए जब अहंकार का त्याग कर देता है. നല്ല വാക്കു പറയുന്നതിലൂടെ അഹങ്കാരമില്ലായ്മയാണ് നമ്മൾ പ്രകടമാക്കുന്നത്. തോ ഉസ്കെ തൻ കോ ബി ശീതളത പ്രാപ്ത് ഹോത്തി ഹെ, അങ്ങനെ ശരീരത്തിനും മനസ്സിനും ശാന്തത ഉണ്ടാകും എന്നാണ് കവി കബീർദാസ് നമ്മളോട് ഈ ക്വസ്റ്റ്യനിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദീപക് ദിഖായി ദേനെ പർ ആന്ധ്യാര കൈസെ മിട്ട് ജാത്ത ഹെ, സാഖി കെ സന്ദർഭ് മേം സ്പഷ്ട് കീജിയെ. ദീപക് വെച്ചാൽ വെളിച്ചമുണ്ടായാൽ, ഇവിടെ ദീപക് എന്ന് വെച്ചാൽ വിളക്കെന്നാണ് അർത്ഥം. വിളക്ക് വെച്ചാൽ അന്ധകാരം മിട്ട് ജാത്ത ഹെ മാറിപ്പോകും. സാഖിയിൽ ഇത് ഏത് സന്ദർഭത്തിലാണ് പറയുന്നത്? സാഖിയിൽ കബീർദാസ് ഇത് എന്താണ് മീനിങ് ആക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ വിളക്ക് വെച്ചാൽ അന്ധകാരം മാറുമെന്നല്ല സാഖിയിൽ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. उत्तर एहाम दीपक का अर्थ भक्ति रूपी ज्ञान तथा अंधकार का अर्थ अज्ञानത से है. ഇവിടെ ദീപക് എന്ന് പറയുന്നത് ദൈവത്തിനോടുള്ള ഭക്തി രൂപിയാണ്. ഭക്തി രൂപിയെ ദൈവത്തിൻ്റെ പറ്റിയുള്ള അറിവ്. അന്ധകാർക്ക അർത്ത് അജ്ഞത, അജ്ഞാനത എന്ന് പറഞ്ഞാലും അജ്ഞത എന്ന് എഴുതിയാലും ഒന്നും കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ. അറിവില്ലായ്മയാണ് അന്ധകാരം. ഭക്തി രൂപിയുടെ ജ്ഞാനമാണ് എന്ത്? ദീപക്. ജിസ് പ്രകാർ ദീപക് കെ പ്രകാശ് സേ അന്ധകാർ സമാപ്ത് ഹോ ജാത്ത ഹെ. അതുകൊണ്ട് തന്നെ ദീപക്കിൻ്റെ ഭക്തിരൂപി ജ്ഞാനിൻ്റെ പ്രകാശം, ജ്ഞാനത്തിൻ്റെ പ്രകാശം കൊണ്ട് അന്ധകാരം മാറിപ്പോകും. ഉസി പ്രകാർ അഹങ്കാർ നഷ്ട ഹോനെ തഥാ ഈശ്വർ കെ പ്രേം രൂപി പ്രകാശ് കോ പാനെ സെ മൻ കെ സാരെ ഭ്രമ കലേശ് പരേശാനിയാം സന്ദേശ് പ്രക്ഷ് ആദി സമാപ്ത് ഹോ ജാത്ത ഹെ. അപ്പോൾ അജ്ഞത പോകുമ്പോൾ ജ്ഞാനം വരും. ജ്ഞാനം വരുമ്പോൾ എന്തുണ്ടാകും? നമ്മുടെ അഹങ്കാരം മാറി നമ്മുടെ പേടിയും കലേശും വിഷമങ്ങളും, പരേശാനികൾ എന്ന് വെച്ചാൽ ഡിസ്റ്റർബൻസും, സന്ദേഹം എന്ന് വെച്ചാൽ ആദി വെപ്രാളം,
പ്രക്ഷ എന്ന് വെച്ചാൽ പ്രക്ഷുബ്ധത, മനസ്സിൻ്റെ എല്ലാം മാറി കിട്ടും എന്നാണ് കബീർദാസ് ഈ വാക്കിലൂടെ പറഞ്ഞു തന്നത്. इससे जिससे മനുഷ്യ കാ സാരാ അജ്ഞാൻ രൂപി അന്ധകാർ മിട്ട് ജാത്താ ഹെ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ എല്ലാ അജ്ഞാതയും എന്ത് ജ്ഞാനത്തിലൂടെ നമുക്ക് മാറ്റാൻ കഴിയും എന്നാണ് ഈ വരികളിലൂടെ കബീർദാസ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഈശ്വർ കണ് കണ് മേം വ്യാപ്ത് ഹെ पर हम उसे क्यों नहीं देख पाते. ഇത് CBSE 2011 വന്ന ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ अथवा कबीर की साखी के आधार पर लिखिए कि ईश्वर वस्तुतः कहाँ है, हम उसे क्यों नहीं देख पाते. ഈശ്വരൻ എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും നമ്മൾക്ക് ഈശ്വരനെ കാണാൻ പറ്റുന്നില്ല. എന്താണ് അതിൻ്റെ റീസൺ? നമ്മൾക്ക് ആൻസറിലേക്ക് പോകാം. ഈശ്വർ കൺ കൺ മേം വ്യാപ്ത് ഹെ पर हम उसे इसलिए नहीं देख पाते क्योंकि हम अज्ञानी, अविश्वासी और अहंकारी है. हमारा अज्ञान, अविश्वास एवं अहंकार हमें ईश्वर तक पहुँचने नहीं देता है. हम केवल सांसारिक ആഡംബരോ മേ ഫസ് കർ രഹ് ജാത്താ ഹെ. എന്ന് വെച്ചാൽ ഈശ്വർ എല്ലാ സ്ഥലത്തും ഉണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്? നമ്മുടെ അജ്ഞാനവും അവിശ്വാസവും അഹങ്കാരവും കൊണ്ട്. അത്രയേ ഉള്ളൂ അതിൻ്റെ മീനിങ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സംസാർ में सुखी व्यक्ति कौन है और दुखी कौन है. यहाँ सोना और जागना किसके प्रतीक है. इसका പ്രയോഗ യഹാം ക്യോं കിയാ ഗയാ ഹെ. എന്ന് വെച്ചാൽ ലോകത്ത് സന്തോഷവാൻ ആരാണ്, ദുഃഖവാൻ ആരാണ്. ഇവിടെ സോനാന്നും ജാഗ്നാന്നും പറഞ്ഞിരിക്കുന്ന വാക്കുകളിലെ എന്തിനെ റെപ്രസെൻ്റ് ചെയ്താണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതുപോലുള്ള അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനാണ് അഥവാ कबीर ने स्वयं को दुखिया और संसार को सुखिया कहा है. കബീർ സ്വന്തമായിട്ട് പറയുന്നു ഞാൻ ദുഃഖിയും സംസാർ ലോകം സുഖിയുമാണ്. കഥൻ സ്പഷ്ട കീജിയെ. കഥൻ സ്പഷ്ട കീജി എന്ന് വെച്ചാൽ ആ പറഞ്ഞ കഥയിലെ ആ പറഞ്ഞ വാക്കിലെ ആശയം എന്താണ്? അല്ലെങ്കിൽ कबीरदास ने किस व्यक्ति को सुखी और किसके दुखी माना है. कबीर की साखी के आधार पर स्पष्ट कीजिए. കബീർദാസ് ആരെയാണ് സുഖിയെന്നും ദുഃഖിയെന്നും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? കഥയുടെ അനുസാരത്തിൽ എങ്ങനെയാണ് നിങ്ങൾ കഥ വായിച്ചത്, ആ കഥയിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തന്നത്, ആ അർത്ഥം നിങ്ങൾ ഇവിടെ പറയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് ആൻസറിലേക്ക് പോകാം. എനിക്ക് ഇടയ്ക്കിടയ്ക്കൊരു ഗ്യാപ്പ് വരുന്നത് ഹെൽത്ത് ഇഷ്യൂ കൊണ്ടാണ്, അതുകൊണ്ട് ക്ഷമിക്കണം. നമുക്ക് ആൻസറിലേക്ക് പോകാം. संसार में सुखी व्यक्ति वह है जो ईश्वर के प्रति प्रेम न सखकर तन मन से सांसारिक सुखी को भोगता है और अपना जीवन सुख समृद्धि आदि के बीच വ്യഥീത് കർത്താ ഹെ. എന്ന് ഇവിടെ സുഖിക്കുന്ന ആൾ അല്ലെങ്കിൽ സന്തോഷിക്കുന്ന ആൾ എന്ന് കബീർദാസ് പറയുന്നത് ഈശ്വരനെ അറിയാതെ, ഈശ്വരനെ സ്നേഹിക്കാതെ തന്നും മന്നും ശരീരവും മനസ്സും മാത്രം സുഖിപ്പിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളിനെയാണ് സുഖി എന്ന് അദ്ദേഹം ഇവിടെ ആ വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. സംസാർ മേം ദുഃഖി വ്യക്തി വഹ് ഹെ. സംസാറിലുള്ള ലോകത്തെ ദുഃഖിയായിട്ടുള്ള വ്യക്തികൾ ഇവരാണ്. ജോ ഈശ്വർ കെ പ്രേം മേ പടുക്കർ ദിൻ രാത്ത് ഉസേ മിൽനെ കെ ലിയെ ജാഗ്താ. ഈശ്വരനെ സ്നേഹത്തിൽ അദ്ദേഹത്തിനെ അറിയുവാൻ വേണ്ടി എപ്പോഴും അദ്ദേഹത്തിനെ പാൻ ചെയ്യാൻ ഉള്ളിലേക്ക് വഹിക്കുവാൻ വേണ്ടി ഉണർന്നിരിക്കുന്നവരാരോ, തടുത്താ രഹത്താ ഹെ, ഇടുപ്പോടെ അദ്ദേഹത്തെ ഈശ്വരനെ നോക്കിയിരിക്കുന്നവനാരോ അവനാണ് ആര്? ദുഃഖി എന്ന്
കവി നമ്മളോട് പറയുന്നത്. യഹാം നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സോന ജാഗ്നയുടെ അർത്ഥം എന്താണ്. സോന ശബ്ദ പ്രതീക് ഹേ ഈശ്വർ കെ പ്രതി ഉദാസീനത കാ ഭാവ് രഖ്നെ കാ എന്ന് വെച്ചാൽ എന്താ, ഈശ്വരൻ്റെ കാര്യത്തിൽ ഉദാസീനത വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഈശ്വരൻ എന്നുള്ള രീതിയിലുള്ള നമ്മളുടെ സംസാരമില്ലേ, ഈശ്വരൻ വേണ്ട എന്നുള്ള രീതിയിൽ, നമുക്ക് സുഖം മതി എന്നുള്ള രീതിയിൽ വെക്കുന്ന ആൾക്കാരെയാണ് സോന എന്നും. ജബ്കി എന്നാൽ ജാഗ്ന എന്നാൽ ശബ്ദ പ്രതീക് ഹേ ഈശ്വർ കെ പ്രതി ആസ്ഥ രഖ്നെ ഓർ ഉസെ പാനെ കെ ഉപായ മേ പ്രഭാസ്രത് രഹനെ കാ എന്ന് വെച്ചാൽ, ജാഗ്ന എന്ന് വെച്ചാൽ ഈശ്വരനെ സ്വീകരിക്കാൻ വേണ്ടി, പാൻ ചെയ്യാൻ വേണ്ടി എപ്പോഴും ഉണർന്നിരിക്കുന്ന, പ്രസരത്ത് രഹനേക്ക എപ്പോഴും പ്രസന്നതയോടെ ഉണർന്നിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് ഇവിടെ എന്തു പറയുന്നത്, ജാഗ്ന. ജാഗ്ന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉണർന്നിരിക്കുക എന്നാണ്. कबीरदास ने ईश्वर के प्रति उदासीन लोगों के भौतिक संसार के सुखों को व्यर्थ बताते हुए उन्हें सोया हुआ बताया है. ദൈവത്തെ അറിയാതെ നടക്കുന്ന ആൾക്കാർ ഉറക്കത്തിലാണ്, അവർ അജ്ഞരാണ്, ഈശ്വരനെ അറിയാത്തവരാണ് എന്നാണ് കബീർദാസ് നമ്മളോട് പറയുന്നത്. ഉൻകെ സുൻകർ अनुसार ईश्वर के प्रति भक्तों की तड़प में ही जीवन और जागरण उपस्थित है. അങ്ങനെയുള്ള ആൾക്കാർ, ഉറങ്ങിയിരിക്കുന്ന ആൾക്കാർ, ഈശ്വരനെ പ്രതി ഭക്തിക്ക് തടബ് മേ ഹി ജീവൻ ഓർ ജാഗരൺ ഉപസ്ഥിത് ഹെ. അങ്ങനെയുള്ള ഈശ്വരനെ അറിയുന്ന ആൾക്കാർ എപ്പോഴും ഈശ്വര ഭക്തിയിൽ ഉണർന്നിരിക്കുന്നവരായിരിക്കും എന്നാണ് കബീർദാസ് നമ്മളോട് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അപ്പനെ സ്വഭാവ് കോ നിർമ്മൽ രഖ്നെ കെ ലിയെ കബീർ നെ ക്യാ ഉപായ സുझाया है. 2011 10 വന്ന ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. നമ്മളുടെ സ്വഭാവം നിർമ്മലമായിരിക്കാൻ കബീർ എന്ത് ട്രിക്സ്, ഉപായമാണ് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് സാഖിയിലൂടെ. अपने स्वभाव को निर्मल रखने के लिए कबीर ने उपाय सुझाते हुए बताया है कि हमें निंदा करने वाले मनुष्य को सदा अपने पास रखना. എന്താ ചെയ്യണ്ടേ, നമ്മളെ നിന്ദിക്കുന്ന ആൾക്കാരെ എപ്പോഴും നമ്മുടെ അടുത്ത് വെക്കണം എന്നാണ് പറയുന്നത്. കൂടാതെ ചാഹിയെ और उनकी बातों पर ध्यान देना चाहिए, അവരുടെ വാക്കുകൾ ധ്യാൻ ചെയ്യണം. इससे हम अपने स्वभाव और परिश्र को निर्मल बना सकते हैं. അപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടർ നമ്മളിൽ ഉണ്ടായാൽ നമ്മുടെ സ്വഭാവം എന്താവുമെന്നാണ് പറയുന്നത്, നിർമ്മലമായി മാറും എന്നാണ്. അതിനുള്ള ഉപായം ഇതാണ് എന്നാണ് കബീർദാസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനിയും 6th ക്വസ്റ്റ്യൻ സാഖിയിലുള്ള ഒരു സാഖിയുടെ വരിയാണ്. ഐ കൈ അഷീർ പീവ് കാ പഠേ സുപണ്ഡിത് ഹോയി. ഇസ് പങ്ക്തി ദ്വാര കവി ക്യാ കഹന ചാഹത്താ ഹെ. ഈ പങ്ക്തിയിൽ, ഈ വരിയിൽ കബീർദാസ് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ ആദ്യമേ ഇത് പ്രേമത്തെക്കുറിച്ചാണ്, സ്നേഹത്തെക്കുറിച്ചാണ്, ഈശ്വരനോടുള്ള സ്നേഹത്തെക്കുറിച്ചാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു തന്നെയാണ്. ഇസ് പങ്ക്തി ദ്വാര കവിനെ പ്രേമം കി മഹത്ത കോ ബതായ ഹെ. എന്താണ് സ്നേഹത്തിൻ്റെ മഹത്വമാണ് ഇതിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഈശ്വർ കോ പാനെ കെ ലിയെ ഏക് അക്ഷർ പ്രേം കാ അർത്ഥത് ഹെ എന്ന് വെച്ചാൽ ഈശ്വരനെ നമ്മൾക്ക് അറിയുവാൻ ഏക വഴി പരസ്പരം സ്നേഹിക്കുക, ഈശ്വരന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. ഈശ്വർ കോ പഠ് ലേനെ ഹി പ്രാപ്ത് ഹെ പര്യാപ്ത് ഹെ എന്ന് വെച്ചാൽ ഈശ്വരനെ പഠിക്കാൻ, ഈശ്വരനെ അറിയാൻ പര്യാപ്തമായിട്ടുള്ള കാര്യം സ്നേഹം, പ്രേമം ഒന്ന് മാത്രമാണ്. ബെഡേ ബെഡേ പോത്തെ യാ ഗ്രന്ഥ് പഠിക്കർ, വലിയ വലിയ ബുക്കുകൾ വായിച്ച് കോയി പണ്ഡിത് നഹി ബൻജാത്ത, എത്ര വലിയ ബുക്കുകൾ വായിച്ചാലും ആരും പണ്ഡിതരാകില്ല.
കേവൽ പരമാത്മാ നാം സ്മരൺ കർണേ സേഹി, നമ്മൾ പരമാത്മാവിൻ്റെ സർവശക്തൻ്റെ നാമം ഓർക്കുന്നതിലൂടെ സച്ചാ ജ്ഞാനി ബനാ ജാ സക്താ ഹെ, ശരിയായ ജ്ഞാനം എന്തു ചെയ്യും, നമ്മളിലേക്ക് ഉണ്ടാകും എന്നാണ് കബീർദാസ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഓരോരോ ഇത് സ്പഷ്ട് കീജിയാണ് കബീർ കി ഉദ്ധൃത് സാക്യോം കി ഭാഷ കി വിശേഷത സ്പഷ്ട് കീജിയെ. അപ്പോൾ അതാണ്ട് ഞാനിത് പ്രിൻ്റ് ചെയ്തപ്പോൾ മക്കളെ ഇത് ക്വസ്റ്റ്യനും ആൻസറും കൂടെ ഒന്ന് എന്തായിപ്പോയി, ഒരു ചെയ്തു തരാം. ഇവിടെയാണ് ഉത്തരം തുടങ്ങുന്നത്. ഇത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഉത്തരം ഇവിടെ. ഓക്കെ, അപ്പം നിങ്ങൾ അതനുസരിച്ച് വേണം, അത് മിസ്റ്റേക്ക് വന്നു പോയതാണ്, ഡൗട്ട് വരല്ലേ. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് കബീർ കി ഭാഷ മേ സദുഖടി പ്രഭാവ് ദിഖായി ദേത്താ ഹെ. അദ്ദേഹത്തിൻ്റെ ഭാഷ ഏതായിരുന്നു? സദുഖടി പ്രഭാവ്. സദുഖടി എന്ന് പറയുന്ന ഓറൽ ലാംഗ്വേജ് ആയിരുന്നു അദ്ദേഹത്തിനുള്ളത്. ഉന്നോനെ ബ്രജ്, പഞ്ചാബി, അവധി, രാജസ്ഥാനി, പാർസി, അറബി ആദി ഭാഷായോं के शब्दों का प्रयोग किया है. ഇദ്ദേഹം ഇത്രയും ഭാഷകൾ സംസാരിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും ഭാഷകളിൽ ജ്ഞാനി എന്നല്ല അർത്ഥം. ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് അയാൾക്കറിയുന്ന വാക്ക് അതാത് ഭാഷകളിൽ അദ്ദേഹം പറയും. ഏത് വാക്ക് അദ്ദേഹത്തിന് ഏത് ഭാഷയിലാണോ അറിയാവുന്നത് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പറയുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അത് പിന്നെ കുറച്ച് വാക്കുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ശീതൽ കാ സീതൽ, വിയോഗി കാ ബിയോഗി എന്നൊക്കെ ഉള്ള വാക്കുകൾ. കോ പ്രസ്തുത് കിയാ ഹെ, ഉൻകി സാഖ്യോം കെ മുക്തക് ശൈലി കാ പ്രയോഗ് ഹുവാ ഹെ. ഇദ്ദേഹത്തിൻ്റെ സാഖികളിൽ മുക്തക് ശൈലിയാണ് പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. ഉന്നോനെ സമാജ് മേ ചേതന ജാഗ്രത് करने के लिए जन सामान्य में बोली जाने वाली भाषा का ही प्रयोग किया. जन सामान्य ടോക്കിംഗ് ആണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരുടെ വായ്മൊഴി എന്ന് പറയും. സാത്ത് ഹി അനുപ്രാസ് ഏവം റൂപക് അലങ്കാരോം കാ സ്വാഭാവിക് പ്രയോഗ് കിയാ ഹെ. കൂടാതെ ഇത്രയും പല രീതിയിലാണ് സംസാരിക്കുന്നെങ്കിലും പ്രാസങ്ങളൊക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ രൂപവും പ്രാസവും ഒക്കെ ഒപ്പിച്ച് നന്നായിട്ടാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡോക്ടർ ഹജാരി പ്രസാദ് ദ്വിവേദി ने उन्हें भाषा का ഡിക്റ്റേറ്റർ കഹാ ഹെ. ഇദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ ഡിക്റ്റേറ്റർ എന്ന് പറയുന്നത്. ഇത് ഡിക്റ്റേറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡിക്റ്റേറ്റർ എന്ന് വെച്ചാൽ കണ്ടുപിടിച്ച ആൾ ഡോക്ടർ ഹജാരി പ്രസാദ് ദ്വിവേദിയാണ്. കഹാ ഹെ ഉസ്കെ അനുസാർ कबीर ने अपनी बात के जिस रूप में प्रकट करना चाहा उसे उसी रूप में भाषा से कहलावा दिया. ഏത് രൂപത്തിലാണോ അദ്ദേഹത്തിന് ഭാഷ അറിയാവുന്നത് ആ ഭാഷയിൽ തന്നെ അദ്ദേഹം സംസാരിച്ചു കൊണ്ട് ഇരിക്കുകയായിരുന്നു എന്നാണ്, എഴുതിയിരിക്കുകയായിരുന്നു എന്നാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പം ഇത്രയും പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾക്ക് മുന്നോട്ട് പോകാം. ഇനി മക്കളെ നമുക്ക് മുന്നോട്ട് പോകാം. ഇനിയുള്ളത് ആശയം സ്പഷ്ടമാക്കാനാണ്. വിരഗ് ഭുവംഗം തൻ ബസൈ മന്ത്രിന ലാഗൈ കോയി. ഇത് നമ്മൾ ആദ്യമേ പഠിച്ചതാണ്. ഞാൻ ഇതിൻ്റെ അർത്ഥമൊക്കെ നന്നായിട്ട് പറഞ്ഞതാണ്. ഉത്തരദായി ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഇസ് പങ്ക്തി കാ ഭാവ് കെ കി ജിസ് വ്യക്തി കെ ഹൃദയ മേ ഈശ്വർ കെ പ്രതി പ്രേമി രൂപി വിരഹ് കാ സർപ്പ് ബസ് ജാത്ത ഹെ. ഈശ്വരനില്ലെങ്കിൽ അവിടെ സാത്താൻ വസിക്കും. ഉസ് പർ കോയി മന്ത്ര അസർ നഹി കർത്താ ഹെ. अर्थित भगवान के विरह में कोई भी ജീവ് സമാനി നഹി രഹത്താ ഹേ. അപ്പം ഇതിനകത്ത് പറയുന്നത് ഈശ്വരനില്ലെങ്കിൽ അവിടെ കാലിയായ സ്ഥലമാണ്. അവിടെ വേറെ എന്താ, ഈശ്വരനില്ലെങ്കിൽ വസിക്കേണ്ടത് എന്താണോ അതേ അവിടെ വസിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഈശ്വരൻ്റെ മന്ത്രം എപ്പോഴും ഉച്ചരിച്ചുകൊണ്ട് നടക്കുമ്പോൾ ജ്ഞാനം അവിടെ വരികയും ഉസ്പർ കിസി ബാത്ത് കാ കോയി അസർ നഹി ഹോത്താ ഹേ. അപ്പം അതിനകത്ത് ജ്ഞാനത്തിനകത്ത് ഒന്നും
ഒന്നിൻ്റെയും അസർ, ഒന്നിൻ്റെയും നെഗറ്റീവ് എനർജി വരില്ല എന്നാണ് കബീർദാസ് പറഞ്ഞത്. ഇനി പറയുന്നത് കസ്തൂരി കുണ്ടലി ബസൈ മൃഗ് ഡൂണ്ട് ബൻമാഹി. ഇത് ഞാൻ പറഞ്ഞു തന്നാൽ ഇത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. കസ്തൂരിമാൻ അതിൻ്റെ നാഭിയിലുള്ള കസ്തൂരിയെ എന്ന മണത്തെ അന്വേഷിച്ച് നടക്കുന്നത് പോലെയാണ് നമ്മൾ ഭക്തി അന്വേഷിച്ച് നടക്കുന്നത് എന്നാണ് കബീർദാസ് പറയുന്നത്. മാൻ അവിടെ ഇവിടെയും എന്ത് ചെയ്യും? ഡൂണ്ട് ചെയ്ത് നടക്കും, തിരക്കി നടക്കും. അതുപോലെ നമ്മൾ ദൈവമേടെ ഹൃദയത്തിലിരിപ്പുണ്ട് ദൈവം, പക്ഷേ നമ്മൾക്ക് അറിയാൻ കഴിയുന്നില്ല എന്നാണ് കബീർദാസ് നമ്മളോട് പറയുന്നത്. ഇനി നമ്മൾക്ക് അടുത്തത് ജബ് മേം ഥാ തബ് ഹരി നഹി ജബ് ഹരി ഹേ മേം നഹി. ഇവിടെ എന്ന് വെച്ചാൽ ഇസ് പങ്ക്തി ദ്വാര കബീർ കാ കഹന ഹേ കി ജിസ് സമയ മേരെ അന്തർ മേം അർത്ഥത് അഹങ്കാർ ഭരാ ഹുവാ ഥാ. നമ്മുടെ മനസ്സിൽ അഹങ്കാരമുള്ളപ്പോൾ ഹരി അവിടെ ഇല്ല. ഹരി എന്ന് വെച്ചാൽ ഈശ്വരൻ. ഉസ് സമയം മുझे ഈശ്വർ നഹി മിൽ പാ രഹേ थे. अब मुझे ഈശ്വർ കോ ദർശൻ ഹോ ഗയേ ഹേ. നമ്മൾക്ക് ഈശ്വരനെ ദർശൻ ചെയ്യണമെങ്കിൽ ക്യൂങ്കി മേരെ ഭീതർ കാ അഹങ്കാർ സമാപ്ത് ഹോ ഗയാ ഹേ. നമ്മുടെ മനസ്സിലുള്ള അഹങ്കാരം എപ്പം ശമിക്കുന്നോ അപ്പം നമ്മളിലേക്ക് ഈശ്വരൻ വരും, ഈശ്വരൻ നമ്മളിൽ ഉണ്ടാകും എന്നാണ് കബീർദാസ് നമ്മളോട് ഈ വരികളിലൂടെ പറയുന്നത്. ഇനി നാലാമത്തെ വരി അർത്ഥം വിശദമാക്കാം. പോത്തി പടി പടി ജഗ് മുവ പണ്ഡിത് ഭയ നഹ് പോയി എന്ന് വെച്ചാൽ, നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. കുറേ വലിയ ഗ്രന്ഥങ്ങൾ വായിച്ചു എന്ന് കരുതി നമ്മൾക്ക് എന്തുണ്ടായില്ല? ജ്ഞാനരാകില്ല, ജ്ഞാനിയാകില്ല, ഈശ്വരനെ അറിയില്ല. പകരം ഈശ്വരനെ മന്ത്രിക്കുന്ന, ഈശ്വരൻ്റെ നാമം മന്ത്രിക്കുന്ന ഒരാളിലാണ് എന്തുള്ളത്? ജ്ഞാനം ഉള്ളത് എന്നാണ് ഇതിനകത്ത് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. സംസ്കാരിക് ഓർ അധർമ്മിക് ജ്ഞാൻ സെ കോയി ജ്ഞാനി നഹി ബൻ സക്താ ഹേ. ഭൂമിയിലുള്ള സംസ്കാരിക ഓർ ഭൂമിയിലുള്ള കാര്യങ്ങളും അധാർമിക ജ്ഞാനങ്ങളും നമ്മളെ ശരിക്കുള്ള ജ്ഞാനത്തിലേക്ക് നടത്തില്ല എന്നാണ് ആര് പറയുന്നത്? കബീർദാസ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇനി ഞാൻ നിങ്ങളുടെയൊക്കെ ആവശ്യം പോലെ തന്നെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യമല്ല, ഇപ്പോഴത്തെ പാറ്റേൺ അങ്ങനെയാണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻസറുകൾ ആൻസർ ചെയ്യേണ്ടതുകൊണ്ടാണ് നമ്മൾക്ക് കുറേ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻസറുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 2 വരി അതിനെ നിങ്ങൾ മനസ്സിലാക്കി എന്താണ് അത് എന്ന് നിങ്ങൾ പറയണം. ജബ് മേ താ തബ് ഹരി നഹി ജബ് ഹരി മേ ഹേ നഹി സബ് അന്ധേരയാ മിഠി ഗയാ ജബ് ദീപക് ദേഖ്യ മാങ്കി. ദീപക് കിസ്കാ പ്രതീക് ഹേ. ഇവിടെ ചോദിച്ചേക്കുന്നത് ദീപക് എന്തിൻ്റെ പ്രതീകമാണ്? ഉജാലേ കാ, ജ്ഞാൻ കാ, സംസാർ കാ, ഖുഷിയോം കാ. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്ക് പ്രിൻ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ് മക്കളെ. ഇതാണ് അതിൻ്റെ ആൻസർ. ദീപക് എന്തിൻ്റെ അർത്ഥമാണ്? ജ്ഞാനിൻ്റെ അർത്ഥം. ജ്ഞാനം എന്ന വാക്കാണ് ദീപക് എന്ന് ഇവിടെ മനസ്സിലാക്കുന്നത്. പ്രസ്തുത പദ്യാംശ് കെ അനുസാർ കവി കോ കബ് ഈശ്വർ നഹി മിൽ പാ രഹേ थे. എപ്പോഴാണ് നമ്മൾക്ക് ഈശ്വരനെ കിട്ടാതെ വരുന്നത്? ജബ് വഹ് സംസാരിക് ഭാവ് बंधनों में पड़ था, जब उसमें अहंकार भरा हुआ था, जब उसे आध्यात्मिक ज्ञान नहीं था, जब तक उसने ईश्वर का സ്മരണ നഹി കിയാത്ത. ഏതാണ് അതിൻ്റെ ഉത്തരം? ഉത്തരം ഇവിടെ കിടപ്പുണ്ട്. ജബ് ഉസ്മേ അഹങ്കാർ ഭരാ ഹുവാത്ത. നമ്മളിൽ അഹങ്കാരമുണ്ടാകുമ്പോഴാണ്, ഈ സെക്കൻഡ് വൺ ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഈശ്വരനെ നമുക്ക് കാണാൻ കഴിയാത്തത് എന്നാണ് കവി നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. कवि का अज्ञान रूपी अंधकार कैसे मिट गया? ऑप्शन 1 ईश्वर के दर्शन मात्रा से, सेकंड 1 ईश्वर के स्मरण मात्रा से, थर्ड 1 ज्ञान रूपी दीपक के माध्यम से, फोर्थ 1 गुरु के उपदेश के माध्यम से. The answer is third 1 ज्ञान रूपी दीपक के माध्यम से. ഏതാണ് അതിൻ്റെ ഉത്തരം?
ജ്ഞാനമുള്ളപ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഈശ്വരനെ നമുക്ക് പ്രാപ്തമാക്കാൻ പറ്റുന്നത്. ഇനിയും ഫൈനലാണെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നതാണ് മക്കളെ പ്രിൻ്റ് ചെയ്തപ്പം. ഇവിടെ कवि को ईश्वर के दर्शन होने का क्या आभास पड़ा? ऑप्शन, वह बहुत ज्ञानी हो गया, उसके भीतर का मैं समाप्त हो गया, उसको अपनी शक्ति का आभास हो गया, उसे संसार व्यर्थ लगने गया. ഇതിൻ്റെ ശരിക്കുള്ള ഉത്തരം ഉസ്കെ ഭീതർ കാ മേ സമാപ്ത് ഹോ ഗയ. ഞാൻ എന്ന ഭാവം കളയുമ്പോഴാണ് ഈശ്വരൻ്റെ ദർശനം നമുക്ക് പ്രഭാവമാക്കി കിട്ടുന്നത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇനി അടുത്തുള്ളത് ऐसी वाणी बोलिए मन का आपा कोई अपना तन शीतल करे औरन को सुख होई. प्रस्तुत പദ്യാംശ കാ ശീർഷക് ഓർ കവി കാ ക്യാ നാം ഹേ. ഇതിനകത്തെ കവിയുടെ പേര് എന്താണ്? അതിപ്പോൾ പറയേണ്ട കാര്യമില്ല, നമ്മൾ ഒരുപാട് പ്രാവശ്യം ആ വേർഡ് യൂസ് ചെയ്തു. ഇതിനകത്തെ കവിതയുമാണ് സാഖി കബീർ. ഇതിനകത്തെ കവി ആരാണ്? കബീറാണ്. ഈ പദ്യം സാഖി ആണ്. അടുത്തത് പ്രസ്തുത പങ്ക്തിയോं के माध्यम से कवि ने क्या संदेश दिया है. ഈ കവിതയിലൂടെ കവി നമുക്ക് എന്ത് സന്ദേശമാണ് തരുന്നത്? അത് ഞാൻ ഓപ്ഷൻ എല്ലാം വായിക്കുന്നില്ല. അതിൻ്റെ ഉത്തരം അഹങ്കാർ ഓർ കടുവചൻ ത്യാഗിനെ കാ. അഹങ്കാരവും തെറ്റായ സംസാരവും ഒഴിവാക്കണം എന്നാണ് നമ്മൾ ഈ കവിതയിൽ മൊത്തമല്ല, നമ്മൾ ഇതിന് മുന്നിൽ പഠിച്ച സാഖിയിൽ എന്താണ് പറയുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. മീഠേ വചൻ കാ വ്യക്തി പർ ക്യാ പ്രഭാവ് പടുത്താ ഹേ. മീഠേ വചൻ, നന്നായിട്ടുള്ള വചനങ്ങൾ സംസാരിച്ചാൽ എന്ത് പ്രഭാവമാണ് ഉണ്ടാക്കുന്നത്? ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല. ഉത്തരം ഇതിനകത്ത് രണ്ട് ഉത്തരങ്ങൾ ശരിയാണ്. മൻ ശാന്ത് ഓർ പ്രസന്ന ഹോ ജാത്താ ഹേയും സുന്നേ വാലേ കോ സുഖ കാ അനുഭവ് ഹോത്താ ഹേ. ഇത് രണ്ടും എന്താണ്? ഓർ ദോനോ സുനാനെ വാലേക്ക് കഷ്ട് കാ അനുഭവ് ഹോനെ സെ ഉത്തർ. ഏതാണ് അപ്പോൾ ഉത്തർ? ഓർ ദോനോ. ഫസ്റ്റ് രണ്ടും അവർക്ക് എന്താണ്? മീഠേ വചൻ പറയുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സുകളാണ്. ഇനിയുള്ളത് അപ്പന തൻ ശീതൾ കരേ പങ്ക്തി കാ ക്യാ ആശയ ഹേ. നമ്മുടെ ശരീരം ശീതളാക്കണം, തണുപ്പിക്കണം എന്ന് പറയുന്നതിൻ്റെ ആശയം എന്താണ്? ഉത്തർ അപ്പനെ മൻ കോ ശാന്ത് ഓർ പ്രസന്ന ചിത്ത് രഖന. എന്താണ് ഉത്തരം? ശാന്തമായിട്ടും പ്രസന്ന ചിത്തമായിട്ട് വെക്കുന്നതിലാണ് എന്ത് നമ്മൾക്ക് നമ്മുടെ മനസ്സ് ശീതളമാക്കി വെക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിന്ദക് നേട്ട രാഖിയെ ആംഗണി കുടി ബന്ധായി ബിൻ സാബൺ പാണി ബിന നിർമ്മൽ കരേ സുഭായി എന്ന് പറയുന്നത് എന്താണ്? നിന്ദ കർണേ വാലെ വ്യക്തി കോ കഹാ രഖ്ന ചാഹിയേ. ഇതിനകത്ത് നിന്ദ ചെയ്യുന്ന ആളിനെ എവിടെ വെക്കണമെന്നാണ് നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. ആൻസർ ഇതാണ്, സദാ അപ്പനെ പാസ്. സദാ എപ്പോഴും നമ്മുടെ കൂടെ അയാളെ വയ്ക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് ഹം ബിനാ സാബുൻ പാനി കെ നിർമ്മൽ കൈസേ രഹ് സക്തേ ഹേ. വെള്ളവും സോപ്പും ഒന്നും ഇല്ലാതെ നമ്മൾക്ക് നമ്മളെ എങ്ങനെ തന്നെ നിർമ്മലമാക്കി വയ്ക്കാം? ഉത്തരം ഇതാണ്, നിന്ദക് കോ സദാ അപ്പനെ പാസ് രഖ്കർ. നമ്മളെ ഉപദ്രവിക്കുന്നവരെ, നിന്ദിക്കുന്നവരെ നമ്മുടെ അടർത്തിക്കളയാതെ, ദൂരെ മാറ്റിക്കളയാതെ നമ്മുടെ കൂടെ നിർത്തുകയാണെങ്കിൽ അവർ നമ്മൾക്ക് എന്തായിട്ട് മാറും? അവരെ നമ്മളെ മനസ്സിലാക്കും. അതുകൊണ്ട് ആ റീസൺ കൊണ്ട് നമ്മൾ അവരെ നമ്മുടെ അടുത്ത് വയ്ക്കണം എന്നാണ് കബീർദാസ് നമ്മളോട് പറയുന്നത്. നിന്ദക് കോ സമീപ് രഖ്നെ സേ ക്യാ ലാഭ് ഹോത്താ ഹേ. ഹമാരാ സ്വഭാവ് നിർമ്മൽ ഹോ ജാത്താ ഹേ.
നിർമ്മലനായ നമ്മൾ നിർമ്മലനല്ല, അവൻ പന്നനാണ് എന്ന് നമ്മളെ ഒരാൾ പറയുമ്പോൾ നമ്മളെ അയാൾ അടുത്ത് വെക്കുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന മാറ്റം നമ്മൾ വീണ്ടും നിർമ്മലർ ആകുന്നു എന്നുള്ളതാണ്. നിന്നക് ഹമാരി നിന്ന കർക്കെ ഹമേ കോൻ സാ അവസർ പ്രദാൻ കർത്താ ഹേ. നമുക്ക് ഏത് അവസരമാണ് അവരുണ്ടാക്കി തരുന്നത്? ആത്മസുധാർ കർണേക. നമ്മുടെ സുധാർ കർണേക. ആത്മാസുധാർ എന്ന വാക്കിൻ്റെ അർത്ഥം ആത്മാവിനെ സുതാര്യമാക്കുക, ക്ലീനാക്കുക, വൈറ്റ് ആക്കുക എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. നമ്മൾ നമ്മളെ പ്യുവറാക്കും, ജ്ഞാനമുള്ളവരാക്കുക എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം സാഖിയുടെ ക്വസ്റ്റ്യൻ ആൻസർ പോർഷൻ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. മക്കളെ, എനിക്കിത്തിരി ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരിത്തിരി ബുദ്ധിമുട്ട് വന്നത്. 3-4 ദിവസം ഞാൻ വീഡിയോ ഇടാതിരുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്തത്. അപ്പം എന്തെങ്കിലും സംസാരത്തിലൊക്കെ പതർച്ചയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് എക്സ്പ്ലനേഷൻ ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ ഞാനിത് ചെയ്തതാണ് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് മാം കരുതുകയാണ്. മാമിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇത് കുറേ കുഞ്ഞുങ്ങളിലേക്ക് നിങ്ങൾ കുട്ടികൾ തന്നെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കണം. അങ്ങനെ ചാനലിനെ സ്റ്റേബിളാക്കാൻ കുട്ടികളായ നിങ്ങളാണ് എന്നെ സഹായിക്കേണ്ടത്. വീണ്ടും വീണ്ടും വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇടയ്ക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നത് മാമിന് ജലദോഷം പിടിച്ചു, പനി പിടിച്ചു, അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പം നമുക്ക് ഇന്ന് നിർത്താം. നാളെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഹിന്ദിയുടെ അടുത്ത ബുക്സിലെ ഇടാം, അല്ലെങ്കിൽ അടുത്ത പോർഷൻ്റെ ഇടാം, അല്ലെങ്കിൽ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ബൈ.